അപ്പോഴേ ഞങ്ങളിനി കീലോങ്ങിൽ നിന്ന് നേരെ പോകുന്നത് ജിസ്പയിലേക്കാണ് കേട്ടോ. ജിസ്പ, ബാരാലാച്ച, ലഡാക്കിലേക്ക് വന്ന അതിർത്തി വരെ. അപ്പം വീണ്ടും ഞങ്ങൾ ഈ പച്ചപ്പ്, അതായത് പച്ചക്കറി കൃഷികൾ ഒന്നുകൂടെ കണ്ടിട്ട് നേരെ കീലോങ് പട്ടണത്തിലൂടെ ജിസ്പയിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. ജിസ്പ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ലാഹോൾ വാലിയിലെ ഒരു ചെറിയ നല്ല മനോഹരമായ ഗ്രാമം കേട്ടോ. ഇത് മണാലി മുതൽ ലേ വഴിയിലുള്ള ഒരു പ്രധാന സ്റ്റോപ്പാണ്. അതായത് മണാലി ലേ ഹൈവേയിലെ ഒരു പ്രധാന സ്റ്റോപ്പാണ് ഈ ജിസ്പ എന്ന് പറയുന്നത്. അപ്പം ഇത് ലാഹോൾ വാലി എന്നാണ്. ലാഹോൾ വാലി അപ്പം വാഗ നദിയുടെ കരയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജിസ്പ കണ്ടോ. വാഗ നദിയാണ് ഈ കാണുന്നത്. അപ്പം വെള്ളം കുറവാണ് കേട്ടോ. അപ്പം ഏകദേശം 3200 മീറ്റർ ഉയരമുണ്ട്. മണാലിയിൽ നിന്ന് 140 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പം അതായത് മണാലിയിലെ ഹൈവേ ഹിമാലയ പർവ്വതങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള ഭയങ്കര പ്രകൃതി സൗന്ദര്യം, അതിഗംഭീരമായ പ്രകൃതി സൗന്ദര്യം, ഹിമാലയ പർവ്വത നിരകളാണ് ഈ ജിസ്പയെ ചുറ്റിപ്പറ്റിയുള്ളത്. അതുപോലെ തന്നെ ട്രെക്കിങ്ങിന്, ക്യാമ്പിങ്ങിന് ഒക്കെ മികച്ച സ്ഥലമാണ് ഈ ജിസ്പ എന്ന് പറയുന്നത്. പിന്നെ ലേയിലേക്ക് പോകുന്നവർക്ക്, ലേയിലേക്ക് പോകുമ്പോൾ നമുക്ക് അക്ലൈമറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അതിന് കീലോങ് ഒരു സ്റ്റോപ്പായിട്ട് അവരെടുക്കും കേട്ടോ. ലേ യാത്രയിൽ ബൈക്ക് റൈഡേഴ്സ് നിരവധിയുണ്ട്. അപ്പം അവർ കീലോങ് ഒരു സ്റ്റോപ്പാണ് അവരുടെ. അവർ താമസിച്ച് അക്ലൈമറ്റൈസേഷനുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ആക്കി ശ്വാസതടസ്സം ഉണ്ടാകാതെ പോകാനുള്ള ഒരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചാണ് കൂടുതൽ പോകുന്നത്, റെസ്റ്റ് ചെയ്ത്. പിന്നെ ഒത്തിരി തിരക്കൊന്നും ഇല്ലാത്തൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ജിസ്പ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ബാരാലാച്ചാല പാസ്സാണ്. അതുപോലെ ദീപക്താല അതും ഇടയ്ക്ക് ഉണ്ട്. അപ്പം ജിസ്പ പ്രകൃതി സ്നേഹികൾക്കും ലേ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ശാന്തമായ ഹിൽ സ്റ്റേഷനാണ് ജിസ്പ എന്ന് പറയുന്നത്. ഇനി ബാരാലാച്ചാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബാരാലാച്ചാല ഹിമാചൽ പ്രദേശിലെ ഒരു ഉയർന്ന മലനിര പാസ്സാണിത്. ഇത് ലാഹോർ മേഖലയെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന വഴിയായ പറഞ്ഞല്ലോ മണാലി ലേ ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാസിലൂടെയാണ് കേട്ടോ. അതിൻ്റെ ഉയരം എന്താണെന്ന് വെച്ചാൽ 4890 മീറ്ററാണ്, അതായത് 16040 അടി ഉയരം. അപ്പോൾ സ്ഥലവും ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ ലാഹോൾ വാലി തന്നെ. അതിൻ്റെ ഈ പിന്നെ ബാരാലാച്ചാലയുടെ അടുത്ത പട്ടണം എന്ന് പറയുന്നത് കീലോങ് തന്നെ, മനസ്സിലായോ. അപ്പം ഈ ബാരാലാച്ചാല പാസ് കടന്നാണ് ലേയിലേക്ക് പോകാൻ പറ്റും. വർഷത്തിൽ ഭൂരിഭാഗം സമയവും മഞ്ഞ് മുടിയിരിക്കും. കാണാം കണ്ടോ, ഇവിടെ ഇപ്പം വണ്ടിയൊക്കെ ഇങ്ങനെ സ്റ്റക്കായി കളിക്കുന്നുണ്ട്. ഹിമാലയത്തിൻ്റെ അത്ഭുതകരമായ കാഴ്ചകൾ കാണണമെങ്കിൽ ഹിമാചൽ പ്രദേശ് തന്നെ പോകാം. അതാണ് ബൈക്ക് ട്രിപ്പുകാർക്ക്, സാഹസ യാത്രകൾക്കും എല്ലാം പ്രശസ്തമാണ് ഈ റോഡ് കേട്ടോ. പിന്നെ 3 നദികളുടെ ഉറവിടം എന്ന് പറയാം. ഒക്കെ എന്ന് വെച്ചാൽ ഏതാണ് ചന്ദ്രഭാഗ, യമുനയുടെ ഒരു ശാഖയൊക്കെ ഈ ബാരാലാച്ചാല പാസ് പർവ്വതനിരകളിൽ നിന്നുള്ളതാണ്. പിന്നെ സൂരജ്താല്, ദീപക്താല്, അങ്ങനെ ചെറിയ തടാകം. സൂരജ്താൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉയർന്ന തടാകങ്ങളിലൊന്നാണ്. അത് നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും. പിന്നെ ഈ പാസ്സൊക്കെ കടന്നു പോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലർക്കൊക്കെ അവിടെ ഓക്സിജൻ്റെ കുറവായതിനാലേ ഉയരം മൂലം ബുദ്ധിമുട്ടുണ്ട്, ശ്വാസതടസ്സം ഉണ്ടാകാം. പിന്നെ റോഡ് സാധാരണയായി മിക്കവാറും ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകും. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ ഇടയ്ക്കൊക്കെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് യാത്രയൊക്കെ ചിലപ്പോഴൊക്കെ നല്ല തടസ്സങ്ങളുണ്ടാകും.
അപ്പം ബാരാലാച്ചാല ഹിമാലയ യാത്രയിൽ ഏറ്റവും അത്ഭുതകരമായ എന്നാൽ കഠിനമായ ഒരു പാസ്സാണ് ഒന്നാണ്. പിന്നെ സ്പിറ്റി വാലി എന്ന് പറയുന്നതും ഈ ഹിമാചൽ പ്രദേശിലെ വളരെ ഉയരത്തിലുള്ള ഒരു മരുഭൂമി പോലുള്ള, അതായത് കോൾഡ് ഡെസേർട്ട് എന്ന് അറിയപ്പെടുന്ന കേട്ടോ ഒരു പ്രദേശമാണ്. നമ്മളിപ്പോൾ സ്പിറ്റി വാലിയിലേക്ക് പോകുന്നില്ല. അപ്പം ഇതിനെ ഈ പ്രദേശം സ്പിറ്റി വാലിക്ക് വേറൊരു പേരുണ്ട്, അതാണ് ലിറ്റിൽ ടിബറ്റ് എന്നാണ്. ഇവിടെ നിറച്ച് മൊണാസ്ട്രി ഉണ്ട് കേട്ടോ, മൊണാസ്ട്രിയിൽ. അപ്പം ഈ സ്പിറ്റി വാലിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംസ്കാരവും ബുദ്ധമത സ്വാധീനവും ഒക്കെ ഭയങ്കര ശക്തമാണ്. അപ്പം മൊണാസ്ട്രികൾക്ക് പേര് കേട്ട ഒന്നാണ് ഈ സ്പിറ്റി വാലി എന്ന് പറയുന്നത്. അപ്പം ഏകദേശം ഇതിൻ്റെ അടുത്ത പട്ടണം കാസാപട്ടണമൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. കാസാപട്ടണമൊക്കെ കിടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ മരങ്ങൾ കുറവുള്ള വരണ്ട ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓക്സിജൻ്റെ ഉണ്ടോ. ഈ താൾ കണ്ടോ, തടാകം, സൂരജ് താൾ. ഈ താളിൻ്റെ അവിടെയൊന്നും ഞങ്ങളെ ഇറക്കിയില്ല, കാരണം പലർക്കും ശ്വാസതടസ്സമൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നില്ല. പിന്നെ നക്ഷത്ര നിരീക്ഷണത്തിനൊക്കെ മികച്ച സ്ഥലമാണ് ഈ സ്പിറ്റി വാലി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. സ്പിറ്റിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മഠമുണ്ട്, കീ മൊണാസ്ട്രി. ഇത് ഇവിടെ ഈ സ്പിറ്റി വാലി ബൈക്ക് റൈഡേഴ്സിനൊക്കെ അറിയാം. അവരെല്ലാം ഈ സാഹസിക യാത്രകൾക്കൊക്കെ വരുന്നവർ കൃത്യമായിട്ട് അവർ അവിടേക്ക് പോകും. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ പൂർണ്ണമായിട്ടും പോയി. കാരണം ഷിംലയിൽ നമ്മൾ ഭയങ്കര മഴയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് റോഡൊക്കെ ബ്ലോക്കായി, മാണ്ടി ഒക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് റോഡ് ബ്ലോക്കായി ഞങ്ങളുടെ കുറേ സമയം പോയി. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ മണാലി വഴി സമ്മർ റൂട്ടിലെ ആണ്. നമ്മളിപ്പം ലേയിലേക്കൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല. ലേയിലേക്ക് പോകണമെങ്കിൽ അതായത് മധ്യപ്രദേശിനകത്ത് ലേയിലേക്ക് പോകുന്നുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കടത്തി വിടത്തില്ല കേട്ടോ. സ്പിറ്റി വാലി ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തവും സാഹസ്യമായ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ് കേട്ടോ. പ്രകൃതി, സംസ്കാരം, ആത്മീയത എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റിയ ഒരു ഇതാണ് സ്പിറ്റി വാലി എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്തായാലും പോകണം, നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. കാരണം അത്രയ്ക്ക് മനോഹരമായ ഒന്നാണ്. ഇതൊക്കെ തന്നെയാണല്ലോ സാധാരണ കണ്ട് ഈ ബാരാലാച്ചാല പാസ് അത് അങ്ങോട്ടേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് മരങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും. അത്രയ്ക്ക് മനോഹരം. പക്ഷേ ഏത് സമയവും ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉണ്ടാകാം. എന്നാൽ അപകടം പതിയിരിക്കുന്ന റൂട്ടാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് മുന്നോട്ട് പോകണമെന്ന് തോന്നുന്ന ഒരു സ്ഥലം. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് തോന്നും. ഇപ്പം ഞങ്ങൾ സമയം വൈകാറായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഹിമാചൽ പ്രദേശിൻ്റെ അതിർത്തി വരെയേ പോയുള്ളൂ കേട്ടോ.
ബാരാലാ പാസ്സൊക്കെ പോയി അതിന് ശേഷം തിരിച്ചു പോയി.